ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വാളമരുത്തൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലാണ്. ദുർഗാദേവിയെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദുർഗാ ക്ഷേത്രങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ക്ഷേത്രമാണ് വാളമരുത്തൂർ സ്ഥിതി ചെയ്യുന്ന ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഈ ക്ഷേത്രത്തിന് ഏകദേശം 800 വർഷത്തെ പഴക്കം കണക്കാക്കുന്നു. പരശുരാമൻ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം തനിക്ക് ഇനി എങ്ങും പോകാനില്ലെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ സ്വയമിരുന്നു എന്നും പറയപ്പെടുന്നു. മഹിഷാസുരമർദിനിയായ ദേവി ശംഖചക്ര അഭയവരദ മുദ്രയോടുകൂടി ശാന്തസ്വരൂപിണിയായി മഹിഷത്തിൻ്റെ തലയിൽ ചവിട്ടി നിൽക്കുന്ന വളരെ അപൂർവമായ 6 അടിയോളം ഉയരമുള്ള വിഗ്രഹപ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഈ ക്ഷേത്രത്തിലെ അതിബൃഹത്തായ ബലിക്കല്ല് ക്ഷേത്രത്തിൻ്റെ ഒരു കാലത്തെ പ്രൗഢിയും മഹത്വവും വിളിച്ചു പറയുന്നു. ഇന്ന് കാണുന്ന പൂർണ്ണമായോ ഭാഗികമായോ കേടുവന്ന ദാരുശില്പങ്ങളും രാമായണത്തെ ആസ്പദമാക്കി വരച്ച ചുമർ ചിത്രങ്ങളും ഒരു കാലത്ത് അതീവ ഭംഗിയുള്ളതായിരുന്നു. ഓരോ ചിത്രവും വിശ്വാസത്തിൻ്റെ നൂറ്റാണ്ടുകൾ കടന്ന കഥകളാണ് പറയാനുള്ളത്. ഇവ കാണുമ്പോൾ തോന്നും ചുമരല്ല ദേവി തന്നെ നമ്മെ നോക്കി നിൽക്കുന്ന പോലെ. മുൻപ് ഗുരുവായൂർ ക്ഷേത്രം അഗ്നിക്കിരയായപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളവർ വാളമരുത്തൂരിൽ വന്ന് ഈ ദിവ്യക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങൾ കണ്ട് മനസ്സിലാക്കി അത് മാതൃകയാക്കിയാണത്രേ ഗുരുവായൂരിൽ നിർമ്മിച്ചത്. ഗുരുവായൂരിലെയും വാളമരുത്തൂർ ശ്രീ ദുർഗാ ക്ഷേത്രത്തിലെയും ശ്രീകോവിലിൻ്റെ അളവുകൾ ഒരുപോലെയാണെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. ഇവിടുത്തെ ദുർഗാ ഭഗവതിയെ ഉപാസിക്കുന്നത് വിദ്യയ്ക്കും ഐശ്വര്യത്തിനും രോഗശാന്തിക്കും വിവാഹത്തിനും സന്താനലബ്ധിക്കും ശ്രേഷ്ഠമായി കണക്കാക്കുന്നു. മുഖ്യപ്രതിഷ്ഠ ദുർഗാ ഭഗവതിയെ കൂടാതെ ഉപദേവന്മാരായി വിഷ്ണു, ശിവൻ, ഗണപതി, അയ്യപ്പൻ, ഭദ്രകാളി, വേട്ടക്കരൻ എന്നീ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. ഇത്രയും മഹത്തായ പാരമ്പര്യവും ചരിത്രവും ചൈതന്യവുമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. നാട്ടിൻ പുറമായ ഇവിടെ എത്തി ഈ ചുറ്റുപാടും ക്ഷേത്രവും ചുമർ ചിത്രങ്ങളും ക്ഷേത്രക്കുളവും എല്ലാം കാണുമ്പോൾ പഴയ കാലത്തിൻ്റെ ഓർമ്മകളിലൂടെ ദേവിയുടെ ദർശനം ഇന്നും മനസ്സിൽ തെളിയുന്നു. പ്രകൃതിയോട് ഇഴചേർന്ന് നിൽക്കുന്ന പഴമയുടെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. കാലം തിരികെ വരില്ലെങ്കിലും ഓർമ്മച്ചപ്പിൽ സൂക്ഷിക്കാനായി ഈ നാട്ടുകാഴ്ച പുണ്യമയി കാഴ്ചയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ദേവിയുടെ നാമം ഉച്ചരിക്കുന്നവർക്കെല്ലാം അനുഗ്രഹവും സംരക്ഷണവും സമാധാനവും ലഭിക്കട്ടെ. ദുർഗാ ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ